അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി. അത് വല്ലാത്തൊരു നിർദ്ദേശമാണ്. മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, തഖ്വ ചെയ്യേണ്ട പ്രകാരം തന്നെ അള്ളാഹുവിന് തഖ്വ ചെയ്യണം. ഒരു ചെറിയ മാറ്റം പോലും പാടില്ല എന്നാണ് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. തഖ്വ ചെയ്യേണ്ട പ്രകാരം അള്ളാഹുവിന് തഖ്വ ചെയ്യണം. പറയുന്നിടത്തും നടക്കുന്നിടത്തും സ്വീകരിക്കുന്നിടത്തുമെല്ലാം തഖ്വക്കൊരു ചെറിയ മാറ്റമുണ്ടായിക്കൂടാ. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് പോലും, ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും ആ വിഷയത്തിൽ നൽകപ്പെടാത്ത വിധത്തിലാണ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൻ്റെ താല്പര്യം. ആ ആയത്തിറങ്ങിയപ്പോൾ ഏറ്റവും നല്ല തഖ്വയിൽ ജീവിക്കുന്ന മഹാന്മാരായ ഔലിയാക്കളുടെ നേതാക്കളായ സ്വഹാബിമാർ അവർ നന്നേ ഭയപ്പെട്ടു പോയി. പലരും ചോദിച്ചു, ആർക്കാണതിന് സാധ്യമാകുക? ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, തഖ്വ ചെയ്യേണ്ടത് പ്രകാരം തഖ്വ ചെയ്യണം. ഒരു ചെറിയ മാറ്റം പോലും വരാൻ പാടില്ല എന്നൊരു നിർദ്ദേശം. എത്ര വലിയൊരു നിർദ്ദേശമാണ്! ഈ കട്ടിയും കനവുമാർന്ന നിർദ്ദേശം സ്വീകരിക്കാൻ ആർക്കാണ് കഴിയുക എന്ന് ചിന്തിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതുപോലെ ഒരു നിർദ്ദേശം അള്ളാഹു നൽകിയപ്പോഴാണ് ആ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതിയപ്പോൾ തങ്ങൾ പറഞ്ഞല്ലോ, ശയ്യബത്തിനി ഹൂദ്, ഹൂദ് സൂറത്ത് എന്നെ നിരപ്പിച്ച് കളഞ്ഞു. ആ ഹൂദ് സൂറത്തിലും ഇതുപോലെ ഒരു കൽപ്പനയുണ്ട്, ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ തങ്ങൾ നിലകൊള്ളണം. ഒരു ചെറിയ മാറ്റം ഒന്നിലും വരുത്തിക്കൂടാ. ഒരു ചെറിയ രൂപഭാവത്തിൽ മാറ്റം വരുത്താത്ത രൂപത്തിൽ കൽപ്പിക്കപ്പെട്ടത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നിലകൊള്ളണം. ഇസ്തിഖാമത്തിൻ്റെ മേഖലയിൽ ഉറച്ചു നിൽക്കണമെന്ന രീതിയിലുള്ള കൽപ്പന വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ആയത്ത് ഓതിയപ്പോഴാണ്, ആ ആയത്തിൻ്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചപ്പോഴാണ് എൻ്റെ ശരീരത്തിലെ തലഭാഗത്തുള്ള തലയിലുള്ള രോമങ്ങൾ നരബാധിച്ചു തുടങ്ങിയത്. അത്രമാത്രം അർത്ഥതലങ്ങൾ ആ ആയത്തിനുണ്ട്. അതുപോലെ സ്വഹാബത്ത് അമ്പരന്നു പോയ ആയത്താണ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, തഖ്വ ചെയ്യേണ്ടത് പ്രകാരം തന്നെ തഖ്വ ചെയ്യണം. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് പറ്റൂല, ചെറിയ മാറ്റം പറ്റൂല എന്ന അർത്ഥത്തിലുള്ള കൽപ്പന വന്നപ്പോൾ സ്വഹാബത്ത് നന്നേ ഭയപ്പെട്ടുപോയി. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ആ ഒരു ഭയപ്പാട് കൊണ്ട് കുറച്ച് എളുപ്പം നൽകിയിട്ട് രണ്ടാമത് ഇതേ വിഷയത്തിൽ ഇറക്കിയ ആയത്താണ് ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് സാധ്യമാകുന്ന അത്രയും നിങ്ങൾ തഖ്വ ചെയ്യണം. കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം. സഹോദരങ്ങളെ, പരമാവധിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പരമാവധിയിലേക്ക് എത്താൻ ഇനിയും പരിശ്രമങ്ങൾ നമുക്ക് വേണ്ടതുണ്ട്. പരമാവധി എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് സ്വീകരിച്ചൊരു പരമാവധിയുണ്ട്. അതേ പ്രശ്നകലുഷിതമായ ഘട്ടത്തിലും എത്ര വിഷമകരമായ ഘട്ടത്തിലും അവരോട് കൽപ്പിക്കപ്പെട്ട ഫർളുകളും സുന്നത്തുകളും നിർവഹിക്കുന്നതിൽ അവർ കാണിച്ച തീവ്രത, അതാണല്ലോ ഏറ്റവും പരമാവധിയുള്ള തഖ്വ. അഥവാ ശത്രുപക്ഷത്തുള്ള ആളുകൾ ഒരു ഭാഗത്ത് നോക്കി നിൽക്കുമ്പോഴും അതേ ജമാഅത്തിലായി നിസ്കരിക്കാൻ സ്വഹാബത്ത് കാണിച്ച താല്പര്യം, ഒരു ഭാഗത്ത് ശത്രു സമൂഹം അവരെ ആയുധങ്ങളെ കൊണ്ട് സായുധരായി നിൽക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്കൊരു ചെറിയ ഉഴുതുണ്ടായാൽ മതി, അങ്ങനെങ്കിലും ജമാഅത്ത് ഒഴിവായി കിട്ടിയല്ലോ എന്നുള്ള രീതിയാണ്. നമ്മളെങ്ങനെ പരമാവധി പോയിട്ട് അതിൻ്റെ അടുത്തേക്ക് എത്തുക? ചെറിയൊരു വിട്ടുവീഴ്ചൻ്റെ ഒരു കാരണം പറയാനുണ്ടെങ്കിൽ ഉടനെ തന്നെ പോകണമെന്ന ചിന്തയാണ്. അങ്ങാടിയിൽ ഒന്ന് രണ്ടാളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ ഒരാൾ മറ്റേ രണ്ടാൾക്കാരെ വിളിച്ചു, നമ്മൾ ജമാഅത്തിന് പോകല്ലേ. അപ്പം അതുവരെ അങ്ങാടിയിൽ നിന്നാൾ ജമാഅത്തിന് പോകാൻ ഒരു തടസ്സമില്ല, പക്ഷെ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. അപ്പം അയാൾ പറഞ്ഞു, എൻ്റെ ഡ്രസ്സ് അത്ര ശരിയില്ലാന്ന് തോന്നുന്നുണ്ട്. ഇവർക്ക് തോന്നുകയാണ് ജമാഅത്തിന് പോകണ്ടെന്നുള്ളവർക്ക് മറ്റേ ആൾ തോന്നിപ്പിച്ചാണ്, ഇങ്ങനെങ്കിലും നീ പറഞ്ഞ് രക്ഷപ്പെട്ടോ.
അപ്പോൾ അയാൾ പറയും എൻ്റെ ഡ്രസ്സ് അത്ര ശരിയില്ലാന്ന് തോന്നുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് മാറ്റണം. എന്നാ ഇതുവരെ അങ്ങാടിയിൽ നിന്ന് വർത്തമാനം പറഞ്ഞ് ചായ കുടിച്ച് സാധനങ്ങൾ മേടിച്ച് ഒരു പ്രശ്നമില്ല, ആ ഡ്രസ്സിനൊരു കുഴപ്പമില്ല, ശുദ്ധിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും നിസ്കാരം ബാത്തിലാകുന്ന തരത്തിലുള്ള ഓട്ടയുണ്ടോ? ഇല്ല. അതിൽ മൂത്രമായിട്ടുണ്ടോ? വേറെന്തെങ്കിലും? ഒന്നും ആയിട്ടില്ല. പക്ഷെ പറയാം, പിന്നെ അതേ മാർഗമുള്ളൂ. അപ്പോൾ ഡ്രസ്സ് ശരിയില്ല, ഞാൻ ഒന്ന് പോയി വരട്ടെ. എന്താ എത്ര പെട്ടെന്നാ പിറകോട്ട് പോകുന്നത്. ഡ്രസ്സില്ലാതെ കഷ്ടപ്പെട്ട് കരിമ്പടം പൊതച്ചുകൊണ്ട് ജമാഅത്തിന് വന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. കരിമ്പടം പൊതച്ചിട്ട്. കരിമ്പടം എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകൂല. എന്നാൽ പിന്നെ കമ്പിളി എന്ന് പറയേണ്ടി വരും, അപ്പോൾ വേഗം മനസ്സിലാവും. ആരും ഉടുത്ത് നടക്കാത്ത ഒന്നല്ലേ കമ്പിളി. അത് വിരിക്കാനോ പുതക്കാനോ അല്ലേ ഉപയോഗിക്കല്. അങ്ങനെയുള്ള വസ്ത്രം ഉടുത്തിട്ട് നമ്മൾ വരുമോ വീട്ടിൽ നിന്നൊന്ന് അയൽവക്കത്തെ വീട്ടിലേക്ക്? അങ്ങാടിയൊക്കെ നിൽക്കട്ടെ. കരിമ്പടം ധരിക്കേണ്ട അവസ്ഥ വന്നുപോയി. ഒന്നും വസ്ത്രം ധരിക്കാനില്ലാത്ത ഒരു മനുഷ്യൻ വന്നിട്ട് വല്ലതും തരുമോ എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റൂമിലേക്ക് മാറി നിന്നിട്ട് സുബ്ഹാനല്ലാഹ് ധരിച്ച വസ്ത്രം അഴിച്ചിട്ട് ആ മനുഷ്യനങ്ങ് കൊടുത്തുപോയി. ജമാഅത്തിന് വരാൻ സിദ്ദീഖ് റളിയല്ലാഹുവിന് മതിയായ വസ്ത്രമില്ല. പിന്നെ ആ വീട്ടിലുള്ള കരിമ്പടമാണുള്ളത്. അത് മഹാനവറുകൾ വസ്ത്രമാക്കി ഉടുത്തിട്ട് മറയാക്കി ഉടുത്തിട്ട് പള്ളിയിലേക്ക് വന്നുപോയി. ജിബ്രീൽ അലൈഹിസ്സലാം അന്നിറങ്ങിയത് കരിമ്പട വേഷത്തിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല ജിബ്രീലേ, എന്താണ് ഇന്ന് കരിമ്പടം ധരിച്ച് വന്നിരിക്കുന്നത്? ഞാൻ മാത്രമല്ല നബിയേ, വാനലോകത്തുള്ള മലക്കുകളുടെ മുഴുവൻ വേഷവും ഇന്നിതാണ്. എല്ലാ മലക്കുകളും ഇതേ വേഷത്തിലാണ്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് എല്ലാവരും ഈ വേഷം ധരിച്ചു പോയി. അതേ വേഷത്തിലാണ് ഞാനും വന്നിരിക്കുന്നത്. മദീന പള്ളിയുടെ ഉള്ളിലേക്ക് ജമാഅത്തിന് വരുന്നൊരു സ്വഹാബി സയ്യിദുനാ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, വസ്ത്രത്തിൽ അഴുക്കുണ്ട് എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരാ, ജമാഅത്തിന് കൂടാതെ വണ്ടിയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പായണ്ട. അല്ലാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോൾ മനസ്സിലൊരു മണിമുഴക്കമുണ്ടാകണം, ജമാഅത്തിനൊരു ദാഹമുണ്ടാകണം. അതൊരു ഈമാനാണ്, തഖ്വയാണ്. അവല് ജമാഅത്ത് തന്നെ കിട്ടണമെന്ന ശാഠ്യമുണ്ടോ? അത് തഖ്വയുടെ അങ്ങേയറ്റമാണ്. ഒന്നാമത്തെ റക്അത്ത് തന്നെ കിട്ടണം, അതിലെ ഒന്നാമത്തെ തക്ബീർ തന്നെ കിട്ടണം. അത് തഖ്വയുടെ പരമാവധിയാണ്. അപ്പോഴേ അങ്ങനെ ആകുള്ളൂ. അല്ലാതെ മനസ്സിരുത്തിയിട്ട് ഓരോന്നും ചിന്തിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല, പൂതി വെച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. കഠിനാധ്വാനം നമ്മുടെ ഭാഗത്തിനൊന്നുണ്ടാകണം. അപ്പോഴാണ് തഖ്വയുടെ പാരമ്യതയിലേക്ക്, അതിൻ്റെ പരമാവധിയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. മക്കയിൽ ജീവിക്കുമ്പോൾ കോടീശ്വരൻ്റെ മകനായി ജീവിച്ച ആളാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. തൻ്റെ ബാപ്പ ഉമൈർ കോടീശ്വരനാണ്. പക്ഷേ വിശ്വസിച്ചതിൻ്റെ പേരിൽ ഒരൊറ്റ സമ്പത്തും കൊടുക്കാതെ വിട്ടേച്ചു പോയി. മദീനയിലെത്തിയ മുസ്അബ് റളിയല്ലാഹു അൻഹു സ്വഹാബിമാർ ഇരിക്കുന്ന മദീന പള്ളിയിലേക്ക് വരുന്നത് ആടിൻ്റെ തോലണിഞ്ഞിട്ടാണ്. ആടിൻ്റെ തോല് വസ്ത്രമാക്കി അണിഞ്ഞിട്ട് അതിൻ്റെ തായ്ഭാഗം ഇങ്ങനെ കൈകൊണ്ട് കൂട്ടി പിടിച്ചിട്ടുണ്ട്. കാൽമുട്ടിൻ്റെ ഭാഗത്ത് വെളിവായിട്ട് ഔറത്ത് കാണുമോ എന്ന് കരുതിയിട്ട് ആ വരവിങ്ങനെ കണ്ടപ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബാ ഉൻദുറു ഇലാ ഹാദാ, മുസ്അബ് തങ്ങളിലേക്കൊന്ന് നോക്കൂ സ്വഹാബാ, കൈഫ ഫഅല ബിഹിൽ ഈമാൻ, ഈമാൻ വരുത്തിയ പരിവർത്തനം എത്രയാണ്. സന്തോഷത്തോടെ ജീവിക്കേണ്ട മുസ്അബ് റളിയല്ലാഹു അൻഹു, തൻ്റെ ബാപ്പ കോടീശ്വരനാണ്,
കോടീശ്വരനായ ബാപ്പാന്റെ കൂടെ മക്കയിൽ ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാം, ഏറ്റവും നല്ല വാഹനത്തിൽ സഞ്ചരിക്കാം, ഏറ്റവും നല്ല വീട്ടിൽ അന്തിയുറങ്ങാം. ഇതെല്ലാം ഒഴിവാക്കി ഒരു വസ്ത്രം പോലും സാധാരണ രൂപത്തിൽ ധരിക്കാനില്ലാഞ്ഞിട്ടും ആടിൻ്റെ തോല് ശുദ്ധിയാക്കി ഊറക്കിട്ട് വൃത്തിയാക്കി അത് വസ്ത്രമാക്കി ധരിച്ച് പള്ളിയിൽ വന്നത് കണ്ടില്ലേ? കൈഫ ഫഅല ബിഹിൽ ഈമാൻ. ഈമാൻ അവരിൽ വരുത്തിയ പരിവർത്തനം എത്രയാണ് സഹോദരങ്ങളെ! അവർ സ്വീകരിച്ച തഖ്വയുടെ പരമാവധിയില്ലേ? ഫത്തഖുല്ലാഹ മസ്തതഅതും. നിങ്ങൾക്ക് സാധ്യമാകുന്ന അത്രയും അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം, തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കണം. ഉമ്മമാരെ, സഹോദരിമാരെ, ഏറ്റവും കൂടുതൽ തഖ്വക്ക് പ്രാധാന്യമുള്ള കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കുന്നതിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകൾ അംഗീകരിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതെ കഴിവിൻ്റെ പരമാവധി മുന്നോട്ട് പോകാൻ കഴിയുമോ? എങ്കിലേ നമുക്ക് വിജയമുള്ളൂ. ആ ആയത്തിൻ്റെ അവസാനം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ കാര്യം ഇങ്ങോട്ട് മാറ്റിവെക്കണം. എന്താണ് ആ കാര്യം? വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സ്വന്തം ശരീരത്തിൻ്റെ പിശുക്ക്, നന്മ ചെയ്യാനുള്ള പിശുക്ക്, അത് മാറ്റണം. നന്മ ചെയ്യാനുള്ള പിശുക്ക്, അതാണ് നമ്മെ പിടികൂടിയിരിക്കുന്നത്. ഖൈറാത്തിലേക്ക്, നന്മകളിലേക്ക് പിശുക്കാൻ ശരീരം കൊടുക്കാൻ ആളുകൾ തയ്യാറല്ല. നമ്മളെ ശരീരത്തിൻ്റെ ഒരു അധ്വാനം നന്മയിലേക്ക്, നന്മയുടെ മുഖങ്ങളിലേക്കൊക്കെ ശരീരം കൊണ്ട് കഠിനാധ്വാനം. ആ കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം കിട്ടും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല സഹായം കിട്ടും. അവരുടെ നോട്ടം ലഭിക്കും. അവർ നമ്മളെ സഹായിക്കാനും അവർ നമ്മളെ വേണ്ട കാര്യങ്ങളിലേക്ക് ഉയർത്താനും എല്ലാ നിലക്കുള്ള സഹായങ്ങൾ ചൊരിച്ചു തരും. അതിന് തഖ്വയുടെ പാരമ്യതയാകുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. മനുഷ്യൻ കാര്യമായിട്ട് നശിച്ചു പോകുന്നത് പ്രധാനമായും ആ ഒരു കാര്യം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, സലാസുൻ ഹുന്ന മുഹ്ലികാത്തുൻ. 3 കാര്യങ്ങൾ ഓരോരുത്തരെയും നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ ഓരോരുത്തരെയും നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ തങ്ങൾ എണ്ണിപ്പറഞ്ഞു, ശുഹുൻ മുതാഅ്, വഴിപ്പെടുന്ന വിധേയപ്പെടുന്ന തരത്തിലുള്ള പിശുക്ക്, നന്മ ചെയ്യാനുള്ള പിശുക്ക്.